ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മളിന്ന് ക്ലിയർ വാട്ടർ സ്ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പച്ചവെള്ളം വെച്ചാണ് സ്ലൈം ഉണ്ടാക്കാൻ പോകുന്നത്. വാട്ടർ സ്ലൈമാണ്, അതായത് ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്ലൈമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല അപ്പുറത്ത് കാണാൻ പറ്റുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സ്ലൈമുകൾ. ആ ഒരു സ്ലൈമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്ന സമയം കളയുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ആമസോണിലൊക്കെ 200-300 രൂപയൊക്കെയാണ് ഇതിന് വില വരുന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു 50 രൂപയ്ക്കകത്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്ന സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് സ്ലൈം ഉണ്ടാക്കാനായിട്ട് ഒരു കണ്ടെയ്നറാണ്, അതായത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് സ്ലൈം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഫെവി ഗമ്മാണ്. ഫെവി ഗം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മഞ്ഞ കളർ കാണും ആ ഒരു ഗമ്മിൻ്റെ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ക്ലിയർ ഗ്ലൂ കിട്ടും ഈ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ഈ വെള്ള കളറിലുള്ള പശയുണ്ട്, അതായത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ഇതൊരു 10-ൻ്റെ പാക്കറ്റാണ്. നിങ്ങൾക്ക് എത്ര സ്ലൈം വേണോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒഴിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഒരു 10-ൻ്റെ പാക്കറ്റ് ഫുള്ള് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് 10-ൻ്റെ പാക്കറ്റ് ആയതുകൊണ്ട് അതിൽ മാക്സിമം അത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ള കളർ സ്ലൈം ആണെങ്കിൽ, വെള്ള കളർ ഗ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ലൈം കിട്ടും. ഓക്കെ, എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ്സിൽ നമ്മളതായി ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഓവറാക്കാൻ പാടില്ല, കാരണം ആ ഒരു പശയുടെ ആ ഒരു സെറ്റിൽമെൻറ്റ് പോവും. അപ്പോൾ വെള്ളം ഓവറാക്കാൻ പാടില്ല. അതായത് ഇത് കണ്ട, ഇപ്പം ആ ഒരു വെള്ളവും ആ ഒരു പശയും കൂടെ ഒരുമിച്ച് ആ ഒരു രീതിയിൽ അലൈൻ ചെയ്തു. ഇനിയാണ് നമുക്ക് നമ്മുടെ സ്ലൈം ആക്ടിവേറ്ററിൻ്റെ പണി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് വീഡിയോ കട്ട് ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത്, കാരണം ഒരു രീതിയിലുള്ള ഫേക്കും ഇല്ല ഇതിനകത്ത്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഇതിന് സ്ലൈമിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ബോറാക്സ് പൗഡർ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളം ഡിപ്പോയിൽ കിട്ടും. അത് മാത്രമല്ല, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൃഷിക്ക് ഈ ഡിറ്റർജൻറ്റിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണാണ് 2 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ കലക്കിയിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂണ് ബോറാക്സ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിരിക്കണം. അപ്പോഴത്തേക്കും ഇതുപോലെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറാവും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഓരോ സ്പൂണും ഇതിനകത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ അതായത് ഇതുപോലെ സ്ലൈമായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം സ്ലൈം കറക്റ്റായിട്ട് ആയി വരുന്നത് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ആക്ടിവേറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ സ്ലൈം നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് ഒരു കാരണവശാലും ആക്ടിവേറ്റർ ഒഴിക്കരുത്. ആദ്യം 1 സ്പൂൺ ഒഴിച്ച് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ സ്ലൈം ആവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്ലൈമായി വരുന്ന കാണാൻ പറ്റും. കൂടിപ്പോയ 3 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വെള്ളം എന്തായാലും ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലൈം സ്ട്രെച്ച് ആവത്തില്ല. അഥവാ നിങ്ങൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് സ്ലൈം സ്ട്രെച്ച് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ശകലം വെള്ളം ഒന്ന് നനച്ചാൽ മതി. അപ്പോഴത്തേക്കും സ്ലൈം നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സമയം കൊണ്ടാണ് സ്ലൈം ഉണ്ടായി വന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ലൈം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ബാക്കിയുള്ള സ്ലൈം എല്ലാം കൂടെ സെറ്റായി നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒന്നിലും ഒട്ടുന്നൊന്നുമില്ല, കയ്യിലൊന്നും ഒട്ടുന്നില്ല. അപ്പോഴത്തേക്കും കയ്യിലൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈം റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കൊന്ന് കൈ കൊണ്ട് എടുത്ത് നോക്കാം. ഓക്കെ, കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റ് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ സ്ലൈം എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിയർ ഗ്ലൂ സ്ലൈം, വാട്ടർ സ്ലൈം, പച്ചവെള്ളം കൊണ്ടുണ്ടാക്കിയ സ്ലൈമാണ്. ഓക്കെ, നല്ല രീതിയിൽ സ്ട്രെച്ചബിളാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ സ്ട്രെച്ച് ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ചെയ്ത സ്ലൈം ഉണ്ടാക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ഭംഗിയാണ് ഈ ഒരു സ്ലൈം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, നല്ല രീതിയിൽ സ്ട്രെച്ചബിളുമാണ്. അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ ഒരു വെളിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ടോക്സിക് സബ്സ്റ്റൻസ് ഒന്നും അതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും, പിന്നെ ഇത് കഴിക്കാതെ ഒന്നും ഇരുന്നാൽ മതി. കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് കെമിക്കലല്ലേ നമ്മൾ ഈ ഒരു ആക്ടിവേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് നേരം ഒന്ന് സെറ്റാക്കാൻ വെച്ചപ്പോൾ അത് ഇങ്ങനത്തെ രീതിയിലായി. 1 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ സ്ലൈം ഡ്രൈ ആയി പോയെന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശകലം ഒന്ന് വെള്ളം നനച്ചാൽ മതി. അപ്പോഴത്തേക്കും സ്ലൈം നല്ല സ്ട്രെച്ച് ആവും.
പിന്നെ ഈ ഒരു കാരണവശാലും ഇനി ബോറാക്സ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ബോറാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ബോറാക്സ് യൂസ് ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ബോറാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്ര സ്ട്രെച്ച് ആവുന്നതിന് ഇടയ്ക്ക് തന്നെ പൊട്ടിപ്പോവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കവർ പോലെയാണ് ഇതായിരിക്കുന്നത്. നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കവർ, അടിപൊളി സ്ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ നോക്കാവുന്നതിനുള്ള ഒരു രീതിയിലുള്ള ഒരു ഫേക്കും ഇതിനകത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ചുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ബോറാക്സ് ഉണ്ടായാൽ മാത്രം മതി ഏതൊരു ഗ്ലൂവിനെ നമുക്ക് സ്ലൈമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓവറായിട്ട് ബോറാക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലിയർ സ്ലൈം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. പിന്നെ നിങ്ങൾക്ക് അത് സ്ട്രെച്ചായിട്ട് അത് പൊട്ടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശകലം ബോറാക്സ് ഓവർ ആവരുത്, ബോറാക്സ് വാട്ടർ ഓവർ ആവരുത്. ഇതാ കണ്ട, ഇതിപ്പോൾ കണ്ട നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അപ്പുറത്ത് ഇതിപ്പോൾ കുമിളകളാണ് ഈ കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ പച്ചവെള്ളം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സ്ലൈമാണ്. ഇത് കണ്ട നല്ല രീതിയിൽ നമ്മുടെ സാധാരണ സ്ലൈമിനെക്കാട്ടി നല്ല രീതിയിൽ ഇത് സ്ട്രെച്ച് ആവും. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ സാധാ സ്ലൈം ഉണ്ടാക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇത് സ്ട്രെച്ച് ആവും. അപ്പോൾ വെറും ഗ്ലൂവും നമ്മളിത് 100% ജെന്യൂനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫേക്കും ഇല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ഫെവിഗമ്മും പച്ചവെള്ളവും ബോറാക്സ് വാട്ടറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മഞ്ഞ കളർ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലൂ ആണ്. വെള്ള കളർ ഗ്ലൂ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മാർജിൻ ഫ്രീയിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെള്ളമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഫെവിഗമ്മിൻ്റെ കളറാണ് ഈ ഒരു വന്നിരിക്കുന്നതെന്ന് പറയുമ്പം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എന്തിനാ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.